السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك، فلك الحمد حتى ترضى ولك الشكر ولك الحمد يا الله يا رحمن يا رحيم يا ودود يا ذا الجلال والإكرام. اللهم صل على سيدنا محمد أين الرحمة وعلى آله وأصحابه أجمعين. ബഹുമാനമുള്ള ഖുർആൻ ഹദീസ് പഠനവേദിയിലെ ബഹുമാനികളെ, ഇന്നലെ നമ്മൾ തജ്വീദിന്റെ ക്ലാസ് അതുപോലെ ഖുർആൻ ക്ലാസ്സും എടുത്തു. ഹദീസിന്റെ ഇന്നലെ നമുക്ക് സമയം കിട്ടിയില്ല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ശ്രമിക്കാം. ഇപ്പോൾ തജ്വീദിന്റെ ബാക്കി ഭാഗം നമുക്ക് സ്പർശിക്കാം. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ശ്രദ്ധിക്കുകയും ചെറിയ തോതിൽ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. പല ഭാഗങ്ങളിൽ നിന്നിട്ടും അൽഹംദുലില്ലാഹ് റാഹത്തുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിന്റെ ആ ശ്രമം നടത്തുക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാം, ആ കലാമിനെ അതിന്റെ നിയമപ്രകാരം തന്നെ ഓതാനുള്ള ആ ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ തുടങ്ങിയത്. പ്രത്യേകിച്ചും വലിയ ഉയർന്ന പഠിതാക്കളാവാൻ കഴിയാത്ത, അതുവരെ നമ്മളെ ചെറുപ്രായത്തിലൊക്കെ പെട്ടെന്നൊക്കെ ജോലിയിലേക്കൊക്കെ ഇറങ്ങി തിരിച്ച ആളുകൾക്കൊക്കെ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ ഒരു സംവിധാനം ഒരുക്കിയത്. അള്ളാഹു നമ്മ ഇന്നത് കബൂലാക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിഷയത്തിലേക്ക് തന്നെ വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് മിസ്ലൈനി, അതായത് ഇദ്ഗാമിനെ കുറിച്ചായിരുന്നു. അതിന്റെ ചില വസ്തുതകളൊക്കെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഇനി മനസ്സിലാക്കേണ്ടത് മിസ്ലൈനി എന്ന ആ രണ്ട് ഒരുപോലത്തെ ഇദ്ഗാം ചെയ്യുന്നതുണ്ടല്ലോ, ഒരേപോലത്തെ അക്ഷരങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞു ഫമാറബിഹച്ചിജാറത്തും രണ്ടും ഒരേപോലത്തെ അക്ഷരമാകുമ്പോൾ അതിന് മിസ്ലൈനി എന്നാ പറയാം. അപ്പോ അതിൽ മിസ്ലൈനിയിൽ ആദ്യത്തെ സക്കത്തിന്റെ ഹ ആയി വന്നാലും അങ്ങനെ വരുന്നൊരു കോലുണ്ടാവും. ഇദ്ഗാം ചെയ്തും ചെയ്യാതെയും എല്ലാ കാര്യങ്ങളും ഓതിയിട്ടുണ്ട് എന്നാണ് അതിന്റെ വ്യക്തത. അവ ഇദ്ഗാം ചെയ്തിട്ടും ഓതാം, ചെയ്യാതെയും ഓതാം. അത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മിസ്ലൈനിയില് രണ്ട് ഹ വന്നു. അപ്പൊ ഒരു ഹ ഏതാണ്? സക്കത്തിന്റെ ഹാവ്. അപ്പൊ ആ സക്കത്തിന്റെ ഹാവ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഇദ്ഗാം ചെയ്തും ഓതാം, ഇദ്ഗാം ചെയ്യാതെയും ഓതാം. അതാണ് പറയുന്നത്. സക്കത്തിന്റെ സ്ഥലങ്ങള് പരിശുദ്ധ ഖുർആനിൽ കുറച്ച് സ്ഥലങ്ങളിലുണ്ട്. അത് നമുക്ക് അതിന്റെ ഭാഗം വരുമ്പോൾ വീണ്ടും വിശദീകരിക്കാം. ഈ സ്ഥലം നമുക്കൊന്ന് പരിശോധിക്കാം. ഇദ്ഗാം ചെയ്യാതെയും ചെയ്തിട്ടും ഉപയോഗിക്കാം എന്നതാണ്. പക്ഷെ ഇദ്ഗാം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇദ്ഗാം ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അതിന് ഉദാഹരണത്തിനൊന്ന് മനസ്സിലാവും. ഉദാഹരണം മാലിയഖലക എന്ന് ഓതുന്നതിനെക്കാട്ടിലും നല്ലത് മാലിയഖലക അന്നി. അടപ്പ ഇദ്ഗാം ചെയ്തില്ല നമ്മള്. അപ്പൊ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓതാം, മാലിയഖലക അന്നി. അപ്പൊ ആ ഹാവും ഈ ഹാവും തമ്മിൽ എന്തായിട്ട് മിക്സ് ആയിട്ട് കൂട്ടിയിട്ട് ഓതാന്നുള്ളതാണ്. അപ്പൊ അതിലും ഏറ്റവും നല്ലത് അങ്ങനെ അല്ലാതെ ഓതാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വാസ്തവത്തില് ഇദ്ഗാമിന്റെ സ്ഥലം തന്നെയാണ്. രണ്ടും ഒരേ ഹ ആണ്. ഒരു ഹ സക്കത്തിന്റെ ഹ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ചെയ്യാൻ ഉത്തമം എന്ന് ആണ് നമുക്ക് തജ്വീദിന്റെ നിയമപ്രകാരം അതിന്റെ കാനൂനിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനുള്ളത്. ഇദ്ഗാം ചെയ്യുന്നില്ലെങ്കിൽ രണ്ട് ഹാവും വ്യക്തമാവത്തക്ക നിലയിൽ അടങ്ങൽ ആവശ്യമാണ് എന്നും കൂടി മനസ്സിലാക്കണം. അപ്പം അല്ലെ മാലിയഖലക അങ്ങനെ ഒന്നുമല്ല. ഇദ്ഗാം ചെയ്യാതെയാണ് എന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? മാലിയഖലക അന്നി. അപ്പൊ എന്തായി? ഒരു വ്യക്തത വന്നൂടെ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് മുത്തജാനിസ് ആയതാണ്. മുത്തജാനിസ് ആയതോ മുത്തഖാരിബോ ആയിട്ട് വരുന്ന ആയത് ഹൽക്കിന്റെ ഹർഫുകളെയും ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല എന്ന് കുറച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒന്നുകൂടി അതിൽ എടുത്തു പറയാനുള്ളത്, മുത്തജാനിസ് ആയതോ അല്ലെങ്കിൽ മുത്തഖാരിബ് ആയതോ, മൂന്നെണ്ണമാണ് നമ്മൾ ഇതിൽ വിശദീകരിക്കപ്പെട്ടു പോയത്. അപ്പൊ മുത്തജാനിസ് അല്ലെങ്കിൽ മുത്തഖാരിബ്. മുത്തജാനിസ് പറയുമ്പോൾ ഒരു ജിൻസിൽ ഒരു വർഗത്തിൽ വന്നു എന്നേ ഉള്ളൂ. അക്ഷരം രണ്ടും ഒന്നായിക്കൊള്ളണമെന്നില്ല. അതേപോലെ തന്നെ മുത്തഖാരിബ് പറയുമ്പോൾ മഖ്റജിൽ അടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ വരുന്ന സ്ഥലത്ത് അവിടെ ഇദ്ഗാം ചെയ്യപ്പെടുകയില്ല എന്നതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ ഇദ്ഗാം ചെയ്യൂല. ഉദാഹരണം ഇതെന്താണ്? മുത്തജാനിസാണ്. ഒരു ജിൻസിൽ വന്നുള്ളൂ. പക്ഷെങ്കിൽ രണ്ടും ഒരേ മഖ്റജ് അല്ല. ഫസബ്ബിഹു ഹാവും ഹാവും. അപ്പൊ അവിടെ എങ്ങനെ ഓതണം? അവിടെ ഇദ്ഗാം ചെയ്യാതെ ഓതണം. ഫസബ്ബിഹു
അഫ്രിഗ് അലൈന. കണ്ടില്ല, അത് പിന്നെ ഹൽക്കിന്റെ അക്ഷരമാണ്. ഫസബ്ബി എന്നുള്ള ഹാ ഹൽക്കിന്റെ അക്ഷരമാണ്. അഫ്രിഗ് അലൈന. അപ്പൊ ഗൈനും ഐനും അതേതാണ്, ഏകദേശം മുത്തജാനിസാണ്, അടുത്ത് തന്നെയാണ്, മുത്തഖാരിബുമാണ്, അതായത് മഖ്റജും അടുത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ആവുമ്പോ അവിടെ എങ്ങനെ ഓതണം? അഫ്രിഗ് അലൈന, അഫ്രിഗ് അലൈന, അല്ലാതെ അഫ്രിഗ് അലൈന അങ്ങനെ കൂട്ടി എഴുതാൻ പാടില്ല. ലാ തുസിഗ് ഖുലൂബന, ഗൈന് അതിന് ശേഷം കാഫ്. ലാ തുസിഗ് ഖുലൂബന ഫസ്ഫഹ് അൻഹും. ഫസ്ഫഹ് ഹാഗ് സുക്കൂന് ഐന് അത് പിന്നെ ഹൽക്കിന്റെ അക്ഷരമായിട്ട് വന്നു. ഇങ്ങനെ വരുന്നിടത്ത് വെടിവാക്കണം എന്നതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഫസ്ഫഹ് അൻഹും. ഇനി മുത്തഖാരിബൈനി എന്നാൽ എന്താ? മഖ്റജുകൾ അടുത്തിരിക്കുകയോ കൂടുതൽ സിഫത്തുകളിൽ യോജിക്കുകയോ ചെയ്യുന്ന രണ്ട് അക്ഷരം ഏതാണ് ഈ മുത്തഖാരിബി എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണം, ദാലും സീനും പോലെ ഇവ രണ്ടും മഖ്റജിൽ അടുപ്പുള്ളതാണ്. ദാലും സീനും. താവും സാവും നോക്കിയാലും മനസ്സിലാവും. ഇവ രണ്ടും പിന്നെ ശുദ്ധത്ത് രഹ്ബ് എന്ന് പോലുള്ള കുറെ സിഫത്തുകളുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. എങ്കിലും അത് ആ അക്ഷരത്തിന്റെ സിഫത്താണ് എന്ന് മനസ്സിലാക്കുക, അതിന്റെ വിശേഷണമാണെന്ന്. ഒഴിച്ചുള്ള എല്ലാ സിഫത്തുകളും യോജിപ്പുള്ളതാണ്. ഉദാഹരണം, അപ്പൊ ദാലും സീനുമാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത് മഖ്റജിൽ എന്താണ്? അടുപ്പമുള്ളതാണ്. അപ്പോൾ كذبت ثمود كذبت ثمود താവും സാവും كذبت ثمود. അപ്പൊ മുത്തജാനിസി ആയതോ മുത്തഖാരിബ് ആയതോ ആയ അക്ഷരങ്ങൾ ഖുറായിങ്ങൾ പലരും ഇദ്ഗാം ചെയ്തിട്ടുണ്ട് എന്ന് അത് വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ആസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഈ രണ്ട് വകുപ്പിൽ നിന്നുമായി 9 വിധം അക്ഷരങ്ങളെയാണ് ഇദ്ഗാം ചെയ്തിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കണം. 9 വിധം അക്ഷരങ്ങളെയാണ് ആസിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇതില് പിന്നെ ഇദ്ഗാം ചെയ്തിട്ടുള്ളത് എന്നതാണ് അതിന് മറ്റൊന്ന്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة صدق الله العظيم.